OnePlusന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ടി വി അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അത് നമ്മൾ പുതിയ ഫ്രഷ് പാക്കായിട്ട് നമുക്കിവിടെ വന്നിരിക്കുകയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ ഇത് നമ്മൾ അൺബോക്സ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമ്മളിതൊന്ന് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. സാധാരണയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത്തവണ നല്ലൊരു പാക്കിങ്ങിലാണ് ഈ ഒരു ടി വി വന്നിരിക്കുന്നത്. ഈവൻ ടി വിയുടെ ബോക്സിൻ്റെ പുറത്ത് പോലും തെർമോകൂളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഈ തെർമോകൂൾ സത്യത്തിൽ പുറത്തിങ്ങനെ വെച്ചേക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ആ പാക്കിന് പോലും ഒരു കുഴപ്പം വരാതിരിക്കാനായിരിക്കണം. സാധാരണ ബോക്സിനകത്താണല്ലോ തെർമോകൂൾ കൂടുതൽ കാണുന്നത്. യെസ്, അപ്പോൾ ഇതാണ് ആ ബോക്സിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് OnePlus TV. അപ്പോൾ ഇത് എൻ്റെ മോഡൽ നെയിം എന്ന് പറയുന്നത് Y1S Edge എന്നാണ്. അപ്പോൾ ഈ ഒരു Y1S എന്ന് പറയുന്ന സീരീസിൽ 2 മോഡലുണ്ട്. Y1S Edge ഉണ്ട്, Y1S ഉണ്ട്. അപ്പോൾ ഇതാണ് വലുത് 43 ഇഞ്ച്, 32 ഇഞ്ചാണ് Y1S. അപ്പോൾ 43 ഇഞ്ച് വന്നിട്ട് Y1S Edge. അപ്പോൾ നമ്മൾ വലുതാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഗാമ എഞ്ചിനുണ്ട്, ഡോൾബി ഓഡിയോ സപ്പോർട്ടുണ്ട്, ബെസൽലെസ് ഡിസൈനാണ്, ഓക്സിജൻ പ്ലേയുടെ സപ്പോർട്ടുണ്ട്, അതുപോലെ OnePlus കണക്റ്റ് ആപ്പ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. OnePlus TV ആൻഡ്രോയിഡ് TV ആണ്, ഓക്കെ ഗൂഗിൾ സപ്പോർട്ടുണ്ട്, ക്രോം കാസ്റ്റ് ബിൽറ്റിനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ. അപ്പം നമുക്ക് ഇത് കൂടി അൺബോക്സ് ചെയ്യാം. ഈ ഒരു ബോക്സിനകത്തുള്ള മറ്റ് ആക്സസറീസ് എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ ഒരു പവർ കോഡ്, ഇതിൻ്റെ ഓഡിയോ വീഡിയോ കേബിൾ, ഇതിൻ്റെ റിമോട്ട് സാധാരണ ഇതിനു മുമ്പ് വരുന്ന OnePlus TVകളിലൊക്കെ കണ്ട സെയിം ടൈപ്പ് റിമോട്ട്, ഇതിനകത്ത് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ക്രൂ, അതായത് ഇതിൻ്റെ സ്റ്റാൻഡ് ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂ, ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ, OnePlus ഫോണുകളോടൊപ്പം വരുന്ന തരത്തിൽ അതിൻ്റെ ഒരു റെഡ് കേബിൾ മെമ്പർഷിപ്പ് ജോയിൻ കാർഡ്, റിമോട്ടിലിടുന്ന ബാറ്ററി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ പറഞ്ഞതുപോലെ ടേബിൾ മൗണ്ട് വരുന്നുണ്ട്. ടേബിളിൻ്റെ പുറത്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൗണ്ട്. ഇത് ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്, മെറ്റാലിക് അല്ല. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീട്ടിൽ ലിവിങ് ഏരിയയിൽ നമ്മളിപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന TV എന്ന് പറയുന്നത് OnePlusൻ്റെ തന്നെയാണ്. OnePlusൻ്റെ തൊട്ട് മുമ്പ് വന്ന സ്മാർട്ട് TV ആണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് TV ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് മാറ്റി നമ്മൾ ഇപ്പോൾ പുതിയത് ഇവിടെ പ്ലേസ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ വാൾ മൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടിരുന്നത് ഇവിടെ 43 ഇഞ്ചാണ്. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരുന്നത് എനിക്ക് തോന്നുന്നു 50 ഇഞ്ചാണ്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട് 43 ഇഞ്ച് ആയതുകൊണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് വോൾ മൗണ്ട് സെറ്റ് ചെയ്യണം. ഓർക്കുക, ഈ ഒരു TVയുടെ ബോക്സിനോടൊപ്പം വോൾ മൗണ്ട് വരുന്നില്ല, ടേബിൾ മൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ വോൾ മൗണ്ട് നമുക്കിതിന് വേണമെങ്കിൽ ഇപ്പോൾ വീടുകളിലൊക്കെ പലരും ഇപ്പം പുതിയ വീടൊക്കെ വയ്ക്കുന്നവർ ഈ പറഞ്ഞ പോലെ TV വയ്ക്കാനായിട്ട് പ്രത്യേക പോർഷൻ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട് വോളിൽ. അപ്പോൾ അതിന് വോൾ മൗണ്ട് ചിലപ്പോൾ എക്സ്ട്രാ മേടിക്കേണ്ടി വരും. 300-400 രൂപയ്ക്കൊക്കെ മേടിക്കാൻ കിട്ടും. നമുക്ക് ഈ കമ്പനിയുടെ തന്നെ വേണമെന്നില്ല, അല്ലാതെ ഓൺലൈനിൽ മേടിക്കാനും പറ്റും. എനിവേ ഞാനിത് വോൾ മൗണ്ട് സെറ്റ് ചെയ്തിട്ട് വോളിൽ കയറ്റുന്നു. യെസ്, അപ്പം നമ്മൾ വോൾ മൗണ്ടിലേക്ക് കയറ്റി എല്ലാം സെറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഇവിടെ ഒരു സ്റ്റിക്കറുണ്ട്, അതങ്ങ് വലിച്ചിളക്കാം. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എക്യുപ്മെൻറ്റ് ടൈപ്പ് LED TV ആണെന്ന്, അതായത് ഇതൊരു LED TV പാനലാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സ്ക്രീൻ സൈസ് വന്നിട്ട് 108 സെൻറ്റിമീറ്റർ, അതായത് 43 ഇഞ്ച്. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇത് OnePlusൻ്റെ ആ ഒരു ലോഗോ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു ഇനിഷ്യൽ സെറ്റപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു, വോൾ മൗണ്ട് ചെയ്തു, എല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. ഓർക്കുക, ഇത് 2 മോഡലാണ് ഈ ഒരു TV വരുന്നത്. Y1S ഉണ്ട്, Y1S Edge ഉണ്ട്. അപ്പോൾ ഈ നമ്മളിവിടെ പരിശോധിക്കുന്നത് Y1S Edge എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ Y1S Edge എന്ന് പറയുന്ന 43 ഇഞ്ചും Y1S എന്ന് പറയുന്നത് 32 ഇഞ്ചുമാണ്. പക്ഷേ Y1S Edge അതായത് 43 ഇഞ്ച് മാത്രമാണ് നമുക്ക് ഓഫ്ലൈനിൽ ലഭ്യമാവുക. അതായത് കടകളിലൂടെ വാങ്ങണമെങ്കിൽ Y1S Edge 43 ഇഞ്ച് മാത്രമേ ലഭ്യമാവൂ. 32 ഇഞ്ച് അഥവാ Y1S എന്ന് പറയുന്നത് ഓൺലൈൻ ഒള്ളി ആയിട്ടാണ് OnePlus വിൽക്കുന്നത് എന്ന ഒരു പ്രത്യേകതയും ഈ ഒരു TVക്കുണ്ട്. ഇനി ഈ ഒരു TVയുടെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉള്ള OS വെർഷൻ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 11 ആണ്. ഇതിന് തൊട്ട് മുമ്പ് ഇവിടെ ഇരുന്ന OnePlusൻ്റെ മുൻ മോഡൽ പോലും ആൻഡ്രോയിഡ് 10 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് TV വെർഷൻ ആൻഡ്രോയിഡ് 11 വന്നിരിക്കുന്നു എന്നുള്ള ഒരു ഹൈലൈറ്റ് ഫീച്ചറായിട്ട് എടുത്തു പറയണം.
അതുപോലെ തന്നെ ഓക്സിജൻ പ്ലേയുടെ വെർഷൻ നമ്പർ 2 ആണ് ഈ ഒരു ടി വിക്കകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഓക്സിജൻ പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഓക്സിജൻ പ്ലേ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, കണ്ടന്റ് റെക്കമെൻഡേഷനാണ് ഈ ഒരു ഓക്സിജൻ പ്ലേ എന്ന് പറയുന്നത്. നമുക്കറിയാം ഓക്സിജൻ വോയിസ് എന്ന് പറയുന്ന OnePlusന്റെ യൂസർ ഇൻ്റർഫേസ് ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മൂവിയും മറ്റ് ഷോകളുമൊക്കെ നമുക്ക് കൃത്യമായിട്ട് സജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കറിയാം OTT പ്ലാറ്റ്ഫോമുകളുടെ കാലമാണ് അല്ലേ. പല സിനിമകളും പല പല OTT പ്ലാറ്റ്ഫോമുകളിലാണ് റിലീസാവുന്നത്. അപ്പോൾ ഈ ഓരോ OTTയിലും വരുന്ന പുതിയ ചിത്രങ്ങളുടെയൊക്കെ ഒരു കണ്ടന്റ് സജഷനാണ് ഇവിടെ ഈ ഒരു ഓക്സിജൻ പ്ലേ 2യിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഒരു ടിവിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സീംലെസ് കണക്ടിവിറ്റിയാണ് OnePlus ഡിവൈസുകളുമായിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കയ്യിലത്തെ OnePlusന്റെ 9RT എന്ന് പറയുന്ന ഫോൺ ഇരിക്കുന്നു, OnePlusന്റെ തന്നെ സ്മാർട്ട് വാച്ച്, OnePlusന്റെ തന്നെ OnePlus ബഡ്സ് പ്രോ എന്ന് പറയുന്ന ട്രൂ വയർലെസ് ഹെഡ്സെറ്റ്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള OnePlusന്റെ പ്രോഡക്റ്റുകളുമായിട്ടൊരു കണക്ടിവിറ്റി ഉണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ടി വി വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ OnePlus സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാം. OnePlus കണക്റ്റ് എന്ന് പറയുന്ന ആപ്പ് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിമോട്ട് ഇല്ലാതെ തന്നെ ഇത്തരത്തിൽ ടി വിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഈ ഒരു ഫോൺ മതി. അത് പലപ്പോഴും നമുക്ക് നമ്മളുടെ ടി വിയുടെ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യുകയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നാവിഗേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ചിലപ്പോഴെങ്കിലും ഫീൽ ചെയ്യാറുണ്ട്. അത് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് അത് സാധ്യമാണ് എന്നുള്ളതാണ് OnePlus കണക്റ്റ് എന്ന് പറയുന്ന ആപ്പിൻ്റെ പ്രത്യേകത. അതുപോലെ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ OnePlusന്റെ ബഡ്സ് പ്രോ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ടി വിയിൽ അത് കണക്ട് ചെയ്യാനുള്ള പ്രോംപ്റ്റ് വരികയായി. OnePlus ഇയർബഡ് ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. അതുപോലെ നമ്മുടെ കയ്യിൽ OnePlusന്റെ സ്മാർട്ട് വാച്ച് ഉണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ടി വിയെ ഇതുപോലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കണ്ടില്ല, അതിൻ്റെ നാവിഗേഷൻ കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ കൺട്രോൾ ചെയ്യാം. അതുപോലെ അടുത്ത സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയുള്ള ഓപ്ഷൻ ഈ ഒരു സ്മാർട്ട് വാച്ചിൽ തന്നെ സാധ്യമാണ്. ഈ സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് പോലും നമുക്ക് ഈ ഒരു ടി വിയെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. മാത്രമല്ല നമ്മൾ സ്മാർട്ട് വാച്ച് കയ്യിൽ കെട്ടിക്കൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ, ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ സ്മാർട്ട് വാച്ചിലൂടെ നമ്മൾ ഉറങ്ങിയെന്ന് മനസ്സിലാക്കി ഈ ഒരു ടി വി ഓട്ടോമാറ്റിക് ഓഫ് ആവും. അപ്പോൾ അത്തരം ഒരു സീംലെസ് കണക്ടിവിറ്റി OnePlus ഈ ഒരു ടി വിയിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, OnePlus ഒരു സ്വന്തമായിട്ടുള്ള ഒരു എക്കോ സിസ്റ്റമാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്മാർട്ട് വാച്ച്, ട്രൂ വയർലെസ് ഹെഡ്സെറ്റ്, OnePlus ഫോണുകൾ, OnePlus TV. ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് 2 കാര്യങ്ങളൊരു കുറവേ ഉള്ളൂ. OnePlusൻ്റേതായിട്ടൊരു ടാബ്ലറ്റും OnePlusൻ്റേതായിട്ടൊരു ലാപ്ടോപ്പും. അതുപോലെ ഇതിൻ്റെ ഒരു വൈഫൈ കണക്ടിവിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 2.4 GHz സപ്പോർട്ടും 5 GHz സപ്പോർട്ടും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം ഏഷ്യാനെറ്റ് മീ 5G കണക്ടിവിറ്റി ഉണ്ട്. അതായത് ഡുവൽ ബാൻഡ് സപ്പോർട്ട് 2.4 GHz 5 GHz കണക്ടിവിറ്റി ഉണ്ട്. പല ടി വികളും പ്രൈസ് കുറഞ്ഞ ചില ടി വികളിലൊക്കെ സിംഗിൾ ബാൻഡ് വൈഫൈ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ. ദാറ്റ് മീൻസ് 2.4 GHz മാത്രമേ സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന നെറ്റിൻ്റെ ഒരു ഹയർ സ്പീഡിൽ നമുക്ക് പലപ്പോഴും ആ ടി വിയിൽ ഉപയോഗിക്കണമെങ്കിൽ 5 GHz വൈഫൈ കണക്ട് ചെയ്യേണ്ടതുണ്ട്. അതെന്തായാലും ഈ ഒരു ടി വിയിൽ സാധ്യമാണ്. അതുപോലെ ഡിസ്പ്ലേയുടെ ഈ ചുറ്റുമുള്ള ഈ ഒരു ബെസലിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ബെസലാണ്, വളരെ കനം കുറഞ്ഞ ബെസലാണ് 3 സൈഡിലും കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ താഴെ കാണുന്ന ഭാഗം ഇതെന്ന് പറയുന്നത് മെറ്റാലിക്കാണ്. താഴെ മാത്രമാണ് ഇത്തരത്തിലൊരു മെറ്റാലിക് ഫ്രെയിം നൽകിയിരിക്കുന്നത്. ഇവിടെ OnePlus എന്ന് പറയുന്ന അതിൻ്റെ ഒരു ലോഗോ ബാഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെറ്റാലിക് ഫ്രെയിം താഴെ കൊടുത്തിരിക്കുന്നത് Y1S Edge എന്ന 43 ഇഞ്ചിലാണ്. പക്ഷേ 32 ഇഞ്ചിലാണെങ്കിൽ ഈ താഴത്തെ ഭാഗവും പ്ലാസ്റ്റിക് തന്നെയാണ്. ഈ ഒരു ടി വിയിൽ ഗാമ എഞ്ചിൻ്റെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ കാണുന്ന വിഷ്വലുകളെ നല്ല രീതിയിൽ കളർ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഗാമ എഞ്ചിൻ്റെ സപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മാത്രമല്ല HDR10+ൻ്റെ സപ്പോർട്ടും ഈ ഒരു ടി വിയിൽ നൽകിയിട്ടുണ്ട്. TUV റെയിൻലാൻഡ് സർട്ടിഫിക്കേഷൻ ടി വിക്ക് നൽകിയിട്ടുണ്ട്. അതായത് നമ്മളുടെ കണ്ണിന് ഹാനികരമായിട്ടുള്ള ബ്ലൂ ലൈറ്റ് പരമാവധി കുറച്ചുകൊണ്ട് കണ്ണിന് വലിയ ആയാസം ഉണ്ടാക്കാത്ത രീതിയിലാണ് ഈ ഒരു ടി വിയുടെ ഡിസ്പ്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനാണ് ഈ ഒരു TUV റെയിൻലാൻഡ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു ടി വിയുടെ പിക്ചർ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ട്, പറയാതിരിക്കാൻ വയ്യ. നല്ല ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാം. അതിപ്പോൾ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ ഈ ഒരു വിഷ്വലുകളിൽ നിന്ന് മനസ്സിലാവും. നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ്. മാത്രമല്ല കളർ സാച്ചുറേഷൻ ഒന്നും ഓവർ സാച്ചുറേറ്റഡ് അല്ല. ചില സ്മാർട്ട് ടി വികളുടെ കളർ ഭയങ്കര സാച്ചുറേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്, കണ്ണിന് കുറച്ചുകൂടെ പ്ലീസിങ് ആവുന്ന തരത്തിൽ. പക്ഷേ അത്തരത്തിൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു സാച്ചുറേഷൻ ഓവറായിട്ട് നൽകിയിട്ടൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ലുക്ക് തന്നെ ഈ ഒരു ടി വിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ ഷാർപ്പായിട്ടുള്ള പിക്ചർ ക്വാളിറ്റി അത് എടുത്തു പറയുന്നു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രൈസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ അറിവായിട്ടില്ല. എന്നിരുന്നാലും ഒരു നല്ല പ്രൈസിൽ
പ്രൈസിലായിരിക്കും ഈ ഒരു ടി വി OnePlus വിൽക്കാൻ പോകുന്നത് എന്ന് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്കിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല കുറഞ്ഞ പ്രൈസിലാണ് ഈ ഒരു ടി വി വിൽക്കുന്നതെങ്കിൽ മികച്ച ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി എന്തായാലും ഈ ഒരു ടി വിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇതൊരു 4K ടി വി അല്ല എന്ന് ഓർമ്മിച്ചോളൂ, ഇതൊരു ഫുൾ HD ടി വി ആണ്. അതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യുന്ന 8K കണ്ടൻറ്റാണ്, പക്ഷേ നമുക്കിവിടെ ഫുൾ HDയിലാണ് നമുക്ക് മാക്സിമം റെസൊല്യൂഷൻ ഇവിടെ യൂട്യൂബിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് 4K ടി വി അല്ല, ഫുൾ HD ടി വി ആണെന്ന് ഓർമ്മിക്കട്ടെ. അപ്പോൾ ഈ ഒരു ടി വിയുടെ സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ 24 വാട്ടിൻ്റെ സൗണ്ട് ഔട്ട്പുട്ടാണ് ഈ ഒരു ടി വിക്കകത്ത് നൽകിയിരിക്കുന്നത്. ഓർക്കുക, Y1S Edge എന്ന് പറയുന്ന 43 ഇഞ്ചിലാണ് ഇത്തരത്തിൽ 24 വാട്ട് ഔട്ട് കൊടുത്തിരിക്കുന്നത്. എന്നാൽ 32 ഇഞ്ചിൽ 20 വാട്ടിൻ്റെ സൗണ്ട് ഔട്ട്പുട്ടാണ് മാക്സിമം ഔട്ട് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് ഡോൾബി ഓഡിയോയുടെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എന്തിനായാലും ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ നല്ല സൗണ്ട് ക്വാളിറ്റി. ഇപ്പോൾ മാക്സിമം വോളിയം നമ്മൾ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്തൊരു വോളിയം കേട്ടത്. അത്രയും വോളിയം കൂട്ടുമ്പോൾ ചില കുറഞ്ഞ ടി വികളൊക്കെ സൗണ്ട് ചിലപ്പോൾ ഡിസ്റ്റോർഡ് ആവുകയും ചിലമ്പിൽ കേൾക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു ഭയങ്കര ബാസ് ഒന്നും ഒരിക്കലും ഇതിൻ്റെ നോർമൽ സ്പീക്കറിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. കാരണം നമുക്കറിയാം സ്മാർട്ട് ടി വികൾ എന്ന് പറയുന്നത് വളരെ കനം കുറവാണ്. ഈ കനം കുറഞ്ഞ ആ ഒരു ചെറിയ ഭാഗത്ത് താഴെയാണ് പലപ്പോഴും ഇതിൻ്റെ സ്പീക്കർ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞ് സ്പീക്കറാണ് സ്മാർട്ട് ടി വികൾ പൊതുവെ വരാറുള്ളത്. ആ ഒരു സ്പീക്കറിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള ബാസ് ഒന്നും പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സൗണ്ട് ബാറുകളൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്കൊരു ഇംഗ്ലീഷ് മൂവിയൊക്കെ നല്ല സൗണ്ട് എഫക്റ്റിൽ കാണണമെങ്കിൽ ഇതിൻ്റെ ഡിഫോൾട്ട് സ്പീക്കർ പോരാതെ വരും. അപ്പോൾ നമുക്കൊരു സൗണ്ട് ബാർ കൂടെയൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ക്വാളിറ്റി സൗണ്ടിൽ നമുക്ക് കേൾക്കാം. എന്നിരുന്നാലും ഇതിൻ്റെ ഇൻബിൽറ്റ് സ്പീക്കർ മോശമെന്ന അർത്ഥമില്ല, ഭയങ്കര ബാസില്ലെന്നേ ഉള്ളൂ. ഡീസൻ്റ് ആയിട്ടുള്ള വോളിയം നമുക്ക് ഈ ഒരു ടി വിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അടുത്തായിട്ട് ഈ ഒരു ടി വിയുടെ മറ്റ് ഫീച്ചറുകളെ കുറിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ സ്മാർട്ട് മാനേജർ എന്ന ഒരു ഫീച്ചർ എടുത്തു പറയേണ്ടതാണ്. അതായത് ഇതിനകത്ത് റിമോട്ട് ഡയഗ്നോസിസ് ഉണ്ട്. ടി വിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് റിമോട്ടിലി ഇതിനകത്ത് തന്നെ കാണിക്കും. ടി വിയിൽ തന്നെ കാണിക്കും ഇന്ന പോർഷനാണ് അല്ലെങ്കിൽ ഇന്നതിനാണ് അതിൻ്റെ പ്രശ്നമെന്ന് ഈ ഒരു ടി വിയിൽ തന്നെ കാണിക്കുന്ന ഒരു ഫീച്ചർ ഉണ്ട് എന്ന് OnePlus അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള ബൂസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ ഒരു ടി വിയിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ സേവർ പ്ലസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതായത് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഉദാഹരണത്തിന് വൈഫൈ വീട്ടിലില്ലെങ്കിൽ നമ്മളുടെ സ്മാർട്ട് ഫോണിലെ മൊബൈൽ ഡേറ്റ ടെതർ ചെയ്ത് ഹോട്ട്സ്പോട്ട് ആക്കി അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു വൈഫൈ പോലെ നമുക്ക് ഈ ഒരു ടി വിയിൽ കണക്ട് ചെയ്ത് നമുക്ക് ടി വി ഉപയോഗിക്കാം. പക്ഷേ നമുക്കറിയാം പലപ്പോഴും നമ്മുടെ മൊബൈൽ ഡേറ്റ മാക്സിമം ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 2 GB അല്ലെങ്കിൽ 1.5 GB ഒക്കെയാണ്. അപ്പോൾ ഡേറ്റയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഈ സ്മാർട്ട് ടി വികളൊക്കെ ഒരുപാട് ഡേറ്റ കൺസ്യൂം ചെയ്തുകൊണ്ട് അത്തരം നമ്മുടെ മൊബൈൽ ഡേറ്റ കൺസംഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ഡേറ്റ ലിമിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് ഡേറ്റ സേവർ പ്ലസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലിമിറ്റ് ചെയ്യാം. ഇത്ര MBയിൽ കൂടുതൽ ഒരു ദിവസം ഈ ടി വി യൂട്ടിലൈസ് ചെയ്യരുത്, അങ്ങനെയൊക്കെ നമുക്ക് ലിമിറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ മൊബൈൽ ഡേറ്റ കൺസംഷൻ ടി വിയിലുള്ളത് കുറയ്ക്കാൻ സാധിക്കുന്ന ഓപ്ഷനും ടി വിയിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ടി വിയുടെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നാൽ 64 ബിറ്റിൻ്റെ പ്രോസസ്സറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. MT9216 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ കുറച്ച് സമയമായിട്ട് ഈ ഒരു ടി വി ഒരു വളരെ കുറച്ച് സമയം ഈ ഒരു ടി വി ഉപയോഗിച്ചെങ്കിലും ഇതിനകത്ത് അങ്ങനെ ഒരു ലാഗ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സാധാരണ ചില വില കുറഞ്ഞ സ്മാർട്ട് ടി വികളൊക്കെ ചില സമയങ്ങളിലെങ്കിലും കുറച്ചൊരു ലാഗ് ഫീൽ ചെയ്യാറുണ്ട്. ഇതിനകത്ത് നോക്കി നാവിഗേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഞാൻ ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ച് തന്നെ വളരെ ഫാസ്റ്റായിട്ടാണ് ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതുവരെ അങ്ങനെ ഒരു ലാഗോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഈ ഒരു ടി വിയിൽ നമുക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. ഇതാണ് ഈ ടി വിയോടൊപ്പം വരുന്ന ഒരു റിമോട്ട്. ഇതിനകത്ത് OnePlusൻ്റെ ഒരു ലോഗോ കൊടുത്തിരിക്കുന്ന ബട്ടണാണ് ഇതിൻ്റെ ഒരു പവർ ബട്ടൺ. അതുപോലെ നെറ്റ്ഫ്ലിക്സിലേക്കുള്ള ഒരു ഷോർട്ട് കട്ട് കീ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡിസ്നി ഹോട്ട്സ്റ്റാറിനൊരു ഷോർട്ട് കട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൈം വീഡിയോയ്ക്ക് ആമസോൺ പ്രൈം വീഡിയോയ്ക്ക് ഒരു ഷോർട്ട് കട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വോളിയം കൂട്ടാനും ഹോം ബട്ടൺ, അതുപോലെ ഗൂഗിൾ അസിസ്റ്റൻ്റായിട്ടൊരു ഹോം ബട്ടൺ, നാവിഗേഷൻ ബട്ടൺ, അതുപോലെ മെയിൻ ബട്ടൺ. ഇങ്ങനെ ആണ് ഇതിൻ്റെ ഒരു രീതി. ഈ ഒരു ടി വിയുടെ ബാക്ക് സൈഡിലെ പോർട്ടുകളെ പറ്റി പറഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് 2 USB പോർട്ട്, ആൻറ്റിന പോർട്ട്, 2 HDMI പോർട്ട്, അതുപോലെ RJ45 പോർട്ട്, ഒരു ഒപ്റ്റിക്കൽ സൗണ്ട് ഔട്ട് പോർട്ട് തുടങ്ങിയവ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് 3.5mm ഓഡിയോ ജാക്കും നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്മാർട്ട് ടി വിക്ക് ആവശ്യം വരുന്ന എല്ലാ പോർട്ടുകളും ഈ ഒരു ടി വിയിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയട്ടെ. സാധാരണ 3.5mm ഓഡിയോ ജാക്ക് പലപ്പോഴും പല സ്മാർട്ട് ടി വികളും മിസ്സിംഗ് ആണ്, പക്ഷേ ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ സൗണ്ട് ഔട്ടിനുള്ള പോർട്ട്, അതും പലപ്പോഴും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ടി വികളിലൊക്കെ സാധാരണ കാണാറുള്ളതാണ്. ആ ഒരു പോർട്ടും ഈ ഒരു ടി വിയിൽ നൽകിയിരിക്കുന്നത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ എടുത്തു പറയട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് OnePlusൻ്റെ ഏറ്റവും പുതിയ
പുതിയ ഇന്ന് ലോഞ്ച് ചെയ്ത OnePlus Y1S Edge എന്ന് പറയുന്ന സ്മാർട്ട് ടി വിയുടെ വിശേഷങ്ങൾ. അടുത്തായിട്ട് നിങ്ങളെയൊക്കെ കാത്തിരിക്കുന്നതിൻ്റെ പ്രൈസിംഗ് ആണെന്നറിയാം. സത്യം പറയാമല്ലോ, ഇത് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇതിൻ്റെ ഒരു പ്രൈസിംഗ് വ്യക്തമല്ല. എന്ത് തന്നെ ആയാലും Y സീരീസ് എന്ന് പറയുന്നത് OnePlusനെ സംബന്ധിച്ച് കുറച്ചൊരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്രൈസിങ്ങിൽ പുറത്തിറക്കുന്ന സ്മാർട്ട് ടി വികളുടെ സീരീസാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടി വിക്ക് മികച്ച ഒരു പ്രൈസിംഗ് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്ത് തന്നെയാലും ഇതിൻ്റെ പ്രൈസ് നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഫസ്റ്റ് കമൻറ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഒരു പ്രൈസിങ് എന്തായാലും ആ സമയത്ത് ലഭ്യമാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതിൻ്റെ ഫീച്ചറുകളും ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയെ കണ്ടിട്ട് ടി വിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.